ധ്യേയം ശങ്കര പത്മസംഭവനുതം തീർത്ഥാസ്പദം നിർമ്മലം ശ്രീകൃഷ്ണം വ്രജഗോപികാ പ്രിയതമം സംസാരസന്ധാരകം മായാമോഹഹരം പുരാണപുരുഷം ധർമ്മസ്വരൂപം സദാ ശ്രീരാമം പ്രണതാഖിലാർത്തിശമനം വന്ദേ ഭവന്തം പരം. പല രൂപങ്ങളും പല വേഷങ്ങളും പല നാടകങ്ങളും ആടുന്ന ആ പുണ്യതമ്പുരാന്റെ തൃപ്പാദപത്മങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം പറയാം. അനുഗ്രഹം പ്രാർത്ഥന. ജയദ്രഥന്റെ തല മുറിച്ചു മാറ്റിയല്ലോ. മുറിച്ചു മാറ്റിയത് കണ്ടിട്ട് കൗരവപ്പട തളർന്നു പോയെന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തിനി? ഈ തല കൊണ്ടുപോയി ഒഴിയിൽ വീഴലാ സൈന്ധവന്റെ തല വീഴുകിലുണ്ടോ വിഷമറികടോ എന്ന് അർജുനോട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അർജുനൻ ആ തല വിഷ്ണുവൻ തലാമേലെയ്തുടനുടൻ വിഷ്ണു പദത്തിങ്കലാക്കിയിട്ട് ചോദിച്ച മല്ല വിലോചനാമല്ല നിഷൂദനാ ചൊല്ലെവിടെ കൊണ്ടയക്കേണമിത്തല. അപ്പൊ പറഞ്ഞു, സന്ധ്യ എന്ന് പറഞ്ഞ അവന്റെ അച്ഛനായ വൃദ്ധക്ഷത്രൻ സന്ധ്യ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു നദിയിൽ വെള്ളം കോരിയിട്ട് നിൽക്കുന്നു. ആ വെള്ളം ഇങ്ങനെ പറഞ്ഞിട്ട് മന്ത്രം ജപിച്ചിട്ട് നദിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് തല അദ്ദേഹത്തിന്റെ കയ്യിലാക്കി കൊടുക്കണം എന്ന്. എവിടെയോ കാണുന്ന സ്ഥലത്തൊന്നല്ല. എന്നിട്ട് അർജുനൻ ആ തല കൃത്യമായിട്ട് ആ വൃദ്ധക്ഷത്രന്റെ കരത്തിൽ വീണു. അദ്ദേഹം പണ്ട് ശപിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മകന്റെ തല ആരാണോ അറുത്തിടുന്നത് അവന്റെ തല നുറുങ്ങി മരിക്കണമെന്ന്, 100 പൊട്ടിത്തെറിക്കണം. അപ്പൊ അത് ആ ശാപം ആവശ്യമില്ലാത്തൊരു ശാപം മകന് ഒരു വരം കൊടുത്തത് ഇന്നിപ്പോ വിനയായി. എന്ത് ചെയ്തു? അവനവൻ തന്നെ താൻ ഹേതു തന്നുടെ പുത്രൻ ശിരസിനാൽ മസ്തകം പൊട്ടി മരിച്ചു ഒരു മനുഷ്യൻ. ഒരു ബിരുദം കിട്ടി അദ്ദേഹത്തിന്. ഇത് തന്നെ. അങ്ങനെ എല്ലാവർക്കും കൗരവപ്പട മുഴുവൻ തളർന്നു പോയി എന്ന് പറയുന്നു. എല്ലാവർക്കും സങ്കടം വന്നു. അങ്ങനെ പാർത്ഥന്റെ കരബലത്തിൽ അവർക്ക് സന്തോഷം ജനിച്ചു. പക്ഷേ തന്ത്രശാലിയായ കേശവനെ അവർ ഭയക്കുകയും ചെയ്തു. ഭഗവാനെ ഭയന്നു അവര്. കുരുക്ഷേത്രത്തിൽ ആര് ജയിക്കണമെന്നുള്ളത് ഉറപ്പാക്കുന്നത് മാധവനാണെന്ന് ദ്രോണരടക്കമുള്ളവർക്ക് തോന്നി. അത് അന്നേ തോന്നി, ഇന്ന് തോന്നിയതല്ല. കേശവന്റെ ഹൃദയത്തിന്റെ ഗതി അനുസരിച്ചാണ് കുരുക്ഷേത്രത്തിലെ യുദ്ധം നീങ്ങുന്നത്. ഇത്രയും സമർത്ഥനായ കേശവന് അഭിമന്യുവിനെ രക്ഷിക്കാൻ പ്രയാസമുണ്ടായിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ അഭിമന്യു മരിക്കേണ്ടതാണെന്ന് കൃഷ്ണന് തോന്നിയിരിക്കാം. അത് സംഭവിക്കുകയും ചെയ്തു. ഇങ്ങനെ ഇവര് പരസ്പരം പറയുകയും മനസ്സിൽ പറയുകയും ആത്മകഥം ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, ആ ജയദ്രഥന്റെ മരണം കഴിഞ്ഞതോടെ ആനന്ദവും വീര്യവും ഇരമ്പി നിന്ന പാണ്ഡവപ്പട കൗരവരിൽ കഠിനമായ ഒരു ആക്രമണം തന്നെ അഴിച്ചുവിടുകയുണ്ടായി. അവർക്ക് ഏതായാലും ഒരു ഒരു ഊർജം, ഒരു ഓജസ്സും തേജസ്സും ഒക്കെ കിട്ടി. ഗംഭീരമായ ഒരു ആക്രമണം അഴിച്ചുവിട്ടു. മനസ്സുകൊണ്ട് തളർന്ന കൗരവർ മരിക്കാതെ ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അർജുനൻ കൃപനുമായി ഏറ്റുമുട്ടി. ഗുരുവിന് മുറിവേറ്റപ്പോൾ പാർത്ഥന് ദുഃഖമേറുകയും ചെയ്തു. മനസ്സ് അങ്ങനെയുള്ള ഒരു മനസ്സല്ലേ, അത്രയും ഒരു ലോലമായ ഹൃദയമാണ് അർജുനന്. ഗുരുവിന് മുറിവേറ്റപ്പോ സങ്കടം വന്നു. പണ്ട് അമ്പുകൾ ഉപദേശിച്ചപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ണി ഒരിക്കലും ഈ അമ്പുകൾ ഗുരുവിന്റെ നേർക്ക് പ്രയോഗിക്കരുതെന്ന്. ആ വാക്ക് താനെന്ന് അനുസരിച്ചില്ലല്ലോ ഗുരുവായൂരപ്പ എന്ന് ഓർത്തപ്പോൾ അർജുനന് ആദ്യം ഉണ്ടായി വല്ലാത്ത മനപ്രയാസം ഉണ്ടായി അദ്ദേഹത്തിന് പറയണം. വദനം വേദന കൊണ്ട് മൂടി. പക്ഷേ അപ്പോഴേക്കും മിത്രാത്മജൻ ശക്തമായ പടയുമായി പാഞ്ഞെടുത്തു. ആരാ മിത്രാത്മജൻ? കർണൻ. സാത്വികയും പാഞ്ചാലരും കർണനോട് എതിർക്കുവാൻ തുടങ്ങി. കർണൻ ഭീമന്റെ രഥം തകർത്തു. വേണമെങ്കിൽ കർണന് ഭീമനെ കൊല്ലാമായിരുന്നു. പക്ഷേ കർണൻ വായുസുതന് വെറുതെ വിട്ടു. ആരാ? ഭീമന. ആക്ഷേപിച്ച് സംസാരിക്കുക മാത്രമേ ചെയ്തുള്ളൂ.
മാരുതിയുടെ വദനം കഥനം കൊണ്ട് നിറഞ്ഞു. വല്ലാത്ത ലജ്ജ വന്നുപോയി ഭീമസേനന്. ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്തിട്ട് എന്തൊക്കെയോ വേണ്ടാതെ വർത്താനം പറഞ്ഞിട്ട് അയച്ചത് കൊണ്ട് ഭീമസേനന് സങ്കടം ഉണ്ടായി. അങ്കേശൻ ആക്ഷേപിച്ചവരും മാരുതി അർജുനനോട് പറഞ്ഞു, കർണനെ വധിക്കുമെന്ന് ഫൽഗുൻ അവിടെ വെച്ച് തന്നെ സത്യം ചെയ്തു. ഇയാൾക്ക് സത്യം ചെയ്യല് എന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടപ്പെട്ടൊരു വിനോദം ഈ അർജുനെ. കൃഷ്ണൻ പറഞ്ഞു, അർജുന, നിന്നോളം ശസ്ത്രം അറിഞ്ഞവർ ഈ 3 ലോകത്തിലുമില്ല. നീ വീരനാണ്, അതുമാതിരി ശൗര്യമൂർത്തിയായവനാണ്. നിന്നെ തടയുവാൻ ആർക്കും കഴിയുകയില്ല അർജുന എന്ന് പറഞ്ഞു. അപ്പൊ അർജുനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കേശവ, നിനക്ക് മുഖസ്തുതി പറയാനും അറിയാല്ലേ? അത് ശരി. ജയദ്രഥവധം എന്റെ ശക്തി കൊണ്ടാണെന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമമല്ലേ ഇത്? അത് വേണ്ടാട്ടോ. നീ സുദർശന ചക്രം എടുത്ത് സൂര്യനെ മറച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ സിന്ധുരാജനെ വധിക്കുമായിരുന്നു മാധവ? അവന്റെ പിതാവിന്റെ കരപുടത്തിൽ മകന്റെ മസ്തകം ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഫൽഗുനൻ ഇന്നുണ്ടാവോ? ജീവിച്ചിരിക്കുന്നുണ്ടാവോ ഭഗവാനെ? ഇതെല്ലാം നിന്റെ ഹൃദയഗതമാണ് കേശവ. നീ പറഞ്ഞതാണ് പരമാർത്ഥം. ഞാൻ യുദ്ധം ചെയ്യുന്നുവെന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആയോധനം നടത്തുന്നത് നീ തന്നെയാണ്. നീ ആയുധം എടുത്തില്ലെങ്കിൽ എന്താ, എടുത്തെങ്കിൽ എന്താ, യുദ്ധം ചെയ്യുന്നത് നീയാണ് ഭഗവാനെ. ബുദ്ധിയും ചിന്തയും ശക്തിയും മുൻവിധിയും നിന്റേത് തന്നെ. ഞാൻ നിമിത്തം മാത്രം. അങ്ങനെ അർജുനൻ പറഞ്ഞത്. ഞാൻ വെറും ഒരു നിമിത്തം, ഒരു ചട്ടുക വളക്കൽ മാത്രം, സ്വാദൊന്നും ഞാൻ അറിയലില്ല എന്ന് പറഞ്ഞില്ലേ, അത് മാതിരി. അപ്പൊ ഒന്ന് ചിരിച്ചു. അങ്ങനെ അസ്തമന സൂര്യൻ ചരമാതിരിയിൽ മറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സൂര്യൻ പിന്നീടൊരു ഏകദേശം ഒരു 5-5:30 മണി, നമ്മളിപ്പോഴത്തെ കണക്കൂട്ടില്ല, ആ സമയമാകുമ്പോന്ന് ചക്രമെടുത്തു മറച്ചു സൂര്യബിംബം. എന്നിട്ടാണ് ഈ ജയദ്രഥന അർജുനൻ കൊന്നത്. ഇപ്പൊ ശരിക്കും പിന്നെ ആരാ, സൂര്യഭഗവാൻ ചരമാതിരിയിൽ മറഞ്ഞു എന്ന് പറയുന്നു. നാട്ടു വെളിച്ചം പരന്നു. കേശവൻ യുദ്ധക്കളത്തിന് പുറത്തുകൂടെ തേരോടിച്ചു. ഭീഷണമായിരുന്നു കേട്ടോ രണാങ്കണം. കാണാൻ പറ്റൂല, അത്രയും ഭീഷണം. വില്ലാളികളായ രാജാക്കന്മാർ മൃതി പോകിക്കിടക്കുന്ന കാഴ്ച പാർത്ഥനിൽ ശോകം വളർത്തി. കേശവൻ അർജുനനോട് പറഞ്ഞു, വിജയാ, നിന്റെ ഇന്നത്തെ ആയോധന ചിത്രമാണ് ഈ കാണുന്നത്. വേറൊന്നല്ല, ഇത് നിന്നെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് ഇതിലൂടെ തേരോടിച്ചത്. ചതുരംഗപ്പട ചത്തും മുറിഞ്ഞു നിറഞ്ഞു കിടക്കുന്നതാ. കൗരവരുടെ ശക്തിക്ക് ഇന്ന് വമ്പിച്ച ക്ഷയം സംഭവിച്ചില്ലേ? അവർ മഞ്ഞിന് വലിയ ഭാരമായിരുന്നു. ഭൂമിക്ക് അവർ വല്ലാത്തൊരു ഭാരമായിരുന്നു അർജുന. ആര്? ഈ കൗരവപ്പട, ഈ ധാർത്തരാഷ്ട്രന്മാര്. കൗരവപ്പട എന്ന് പറഞ്ഞുകൂടാന്നാണ് ശരിക്കും. ഇവരും കൗരവന്മാർ തന്നെയല്ലേ, കുരുവംശത്തിലാണല്ലോ പാണ്ഡവന്മാര്. അതുകൊണ്ട് കൗരവപ്പട എന്ന് പറയുന്നതിന് വലിയ ശരിയില്ല. ധാർത്തരാഷ്ട്രന്മാർ തന്നെ പറയണം. അങ്ങനെയാണ്. ഇളം കാറ്റിൽ ഭൂമി നിശ്വസിക്കുന്നത്, ഭൂമിക്ക് എന്തോ ഒരു ആശ്വാസം, ആശ്വാസത്തിന്റെ നിശ്വാസം ഞാൻ കേൾക്കുന്നു അർജുന. ഭൂമിദേവിയുടെ കേശവന്റെ വാക്കുകൾ പാർത്ഥനിൽ അത്ഭുതം ജനിപ്പിച്ചു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ യുദ്ധഭൂമിയിൽ എവിടെ നിന്നോ അഭിമന്യു പൊട്ടിച്ചിരിക്കുന്നതായി വിജയന് തോന്നി. ഈ യുദ്ധം എന്തിനു വേണ്ടിയാണ് അച്ഛ? എന്ത് നേടുവാൻ വേണ്ടി? ഇതാ മക്കളും സ്വന്തക്കാരും നിരവധി മരിച്ചിരിക്കുന്നു. രക്തം വീണ് പങ്കിലമായി ഈ മണ്ണിന്റെ രാജാവായി കുറച്ചുനാൾ കിരീടം ചാർത്തി എന്ത് പ്രയോജനമാണ് അച്ഛ? ഇതെല്ലാം വിധിവിഹിതമല്ലേ? നടന്നു തീരേണ്ട കഥയുടെ അധ്യായങ്ങളല്ലേ? ആ ശബ്ദം ഒരു ചിരിയായി, പിന്നീട് മുരൾച്ചയായി അകന്നകന്നകന്നു പോയി. യുദ്ധഭൂമിയിൽ അവസാനിച്ചു. കേശവൻ അപ്പോഴും രഥം അപ്പോഴേക്കും ധർമ്മപുത്രരുടെ ശിബിരത്തിലേക്ക് എത്തിച്ചിരുന്നു. അങ്ങനെ തോന്നുന്നത് അർജുനൻ, എൻ്റെ മകൻ അങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് എന്നല്ല. എന്നിട്ട് അവര് ശിബിരത്തിലെത്തിയ സമയത്ത് അനുജനെയും പ്രിയപ്പെട്ട കേശവനെയും ആനന്ദാതിരേകത്തോടെ ഈ ധർമ്മപുത്രരെ എതിരേറ്റു. തേര് ദാരുകനെ ഏൽപ്പിച്ച ശേഷം കേശവൻ ശിബിരത്തിനകത്തേക്ക് കടന്നു. അപ്പൊ ധർമ്മജൻ പറഞ്ഞു, കേശവ, ഭയങ്കരവും
എന്നാൽ രോമാഞ്ചദായകവുമായ നിങ്ങളുടെ കർമ്മങ്ങൾ അപ്പോഴപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നു. ഒന്നുമില്ല കേട്ടോ, പിന്നെ TV കണ്ടു എന്ന് ആരും വിചാരിക്കണ്ട. ഉദ്യോഗത്തോടെയാണ് ഓരോ നിമിഷവും ഞങ്ങൾ തള്ളി നീക്കിയത്. മറിച്ചെന്തെങ്കിലുമാണ് വന്നു ഭവിച്ചതെങ്കിൽ പാണ്ഡവർ കൂട്ടത്തോടെ മൃതി പോകിയാൽ മതിയായിരുന്നു. അർജുനന്റെ കരവിരുതിലും നിന്റെ ഹൃദയശക്തിയിലുമാണ് പാണ്ഡവർ വിജയം കണ്ടുവച്ചിരിക്കുന്നത് മാധവ. വിധിയുടെ മഹത്വം കൊണ്ട് എല്ലാം പൂർണ്ണമായി കലാശിച്ചു. പണ്ട് പാഞ്ചാലി അപഹരിച്ചു കൊണ്ടുപോവാൻ തുനിഞ്ഞതു മുതൽ സൈന്ധവൻ ശത്രു തന്നെ ആയിരുന്നു. അവന്റെ മരണം ഹൃദയത്തിന് ശാന്തി നൽകുന്നു ഭഗവാനേന്ന് കൃഷ്ണാന്ന് ആര് പറഞ്ഞു? ധർമ്മപുത്രർ പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ധർമ്മജ, ധർമ്മത്തിന്റെ മാർഗത്തിലാണ് ഞാൻ അധർമ്മത്തിന്റെ മാർഗത്തിൽ ഒരിക്കലും ചരിച്ചിട്ടില്ല, ഇനി ചരിക്കുകയുമില്ല. പക്ഷേ സാധാരണ ബുദ്ധികൾക്ക് ഞാൻ അനുഷ്ഠിക്കുന്ന പലതും അധർമ്മമായി തോന്നാം. ലോകം ലൗകിക ചിന്ത കൊണ്ട് അലൗകിക നിമിഷങ്ങൾക്ക് വ്യാഖ്യാനം ചമയ്ക്കുന്നു. ഇന്ന് ശരിയെന്ന് തോന്നുന്ന പലതും കാലം തിരുത്തും. ഇന്ന് തെറ്റെന്ന് മുറയിടുന്ന ചിലത് ശരിയെന്ന് കാലം തെളിയിക്കും. അപ്പോൾ അന്തിമ വിധി ഒന്നിനും പാടില്ല കേട്ടോ. അത് അന്നേരം വരുന്ന അന്നേരം കാണാം, അത്ര മാത്രമേ ഉള്ളൂ. അതിനൊരു വിധി കൽപ്പിക്കാൻ ആർക്കും അധികാരമില്ല എന്ന് പറഞ്ഞു. ചെറിയ തെറ്റുകൾ വലിയ ശരികൾക്ക് മാർഗദർശകമാവും ചില സമയത്ത്. ആ തെറ്റുകൾ സഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു വലിയ സത്യം തെളിയിക്കുക ചെറിയ അസത്യത്തിന് കഴിയുമെങ്കിൽ അത് പറയുന്നതും തെറ്റാവുന്നത് എങ്ങനെ? വലിയൊരു ഗുണം കിട്ടുമ്പോൾ ചെറിയൊരു കളവ് പറയുന്നത് തെറ്റല്ല എന്ന് ഭഗവാൻ ധർമ്മപുത്രർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ധർമ്മപുത്രർ പറഞ്ഞു, കേശവ, നിന്റെ വാക്കുകൾ അമൃതല്ലേ, അതിൽ കൂടുതൽ എന്തൊരു അമൃതാണ് കിട്ടാനുള്ളത്? ദേവലോകത്തിൽ അമൃതൊന്നും അങ്ങയുടെ വാക്കാകുന്ന അമൃതിന് മുമ്പിൽ ഒന്നുമല്ല ഭഗവാനെ. അവ എനിക്ക് ആനന്ദം പെയ്യുന്നു മാധവ. നീ ആരോടൊത്താണോ അവർ സ്വർഗീയ സുഖം ഇവിടെ അനുഭവിക്കും. നിന്റെ സഹായത്താൽ ഞങ്ങൾക്ക് ശത്രുക്കളെ ജയിക്കുവാൻ കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു. ആ സമയം ഭീമനും സാത്വികിയും ശിബിരത്തിലെത്തി. അവർ ധർമ്മജനെ വന്ദിച്ചു. വീണ്ടും ആയോധന കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച ശേഷം അവർ വിശ്രമിക്കുവാൻ കൈനിലകളിലേക്ക് പോയി. ഓരോരാൾക്ക് ഓരോരു കൈനില ഉണ്ട്, ചെറിയ ഭവനങ്ങൾ, വലിയ കൊട്ടാരമൊന്നുമല്ല. ദുര്യോധനൻ ദോഷാകുലനുമായി ശിബിരത്തിൽ അമ്പരപ്പോടെ നടന്നു. ജയദ്രഥനെ അർജുനൻ വധിക്കുവാൻ കഴിയുമെന്ന് ഒരിക്കലും ദുര്യോധനൻ വിശ്വസിച്ചില്ല. കേശവന്റെ പടവിരുദ്ധം ഹൃദയവിരുദ്ധമാണ് പ്രകടമായത്. ഭക്ത്യായ ശരണം ഗതസ്തവ പദം സർവാത്മനാ നിസ്പൃഹ തൃപ്തസ്ഥസ്യ ധുനോഷ്യഖം ത്വമഖിലം ഭക്തപ്രിയോ ഹൃസ്ഥിത തുൽസേവാ വിമലഃ സദാ ദൃഢമതിത്യക്താന്യഭാവസ്വയം മുക്തോസൗ പിതൃഭൂതമർത്യവിബുധർഷീണാം ഋണേഭ്യകൃതി. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എല്ലാവരും ഭഗവാൻ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു എന്നുള്ളൊരു തോന്നൽ ഇവർക്ക്. ഭഗവാന്റെ ഓരോരോ പ്രവൃത്തിന്ന് അവർക്കത് മനസ്സിലായി. ഇങ്ങനെ പോയാൽ കൗരവർ പട ഭയന്നോടി പോവുകയേ മാർഗമുള്ളൂ. ആര് പറയുന്നത്? അദ്ദേഹം പറയുന്നു, ആ രാജാവ്. തന്റെ യോദ്ധാക്കൾക്ക് കൂറില്ലെന്നുണ്ടോ? അവർക്ക് എങ്ങനെയും പാണ്ഡവരുടെ അമ്പേറ്റ് മരിച്ചാൽ മതിയോ? ഭീഷ്മർ ശരശയ്യയിലാവുകയും ചെയ്തു. ദ്രോണർ അഭിമന്യുവിനെ വധിക്കുകയും ചെയ്തു. പക്ഷേ അർജുനന്റെ ഇന്നത്തെ പകരം വീട്ടൽ അതികഠിനമാണ്. ദുര്യോധനൻ താനെ പറയുന്നു. എത്ര രാജാക്കന്മാരാണ് മരിച്ചു വീണത്. ബ്രാഹ്മണർ പോലും കാലപുരി പൂകിക്കാണുമെന്നതാണ് വാസ്തവം. ഈ ബ്രാഹ്മണർ എന്തിനല്ലേ യുദ്ധക്കളത്ത് പോയി നീ കാലപുരി പോകാൻ? എന്തായാലും ദ്രോണാചാര്യൻ വരട്ടെ. ശക്തിമത്തായ എതിർ നടപടികൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ ധർമ്മജാതികൾ സർവ്വത തകർത്തു മുന്നേറും. എല്ലാം പറഞ്ഞിട്ടാകാം എന്ന് ഈ ദുഷ്ടനായ ദുര്യോധനൻ ചിന്തിച്ചു.
അങ്ങനെ ഗ്ലാനി പൂണ്ടു ദുഃഖത്തോടുകൂടെ ഗുരുവിനെ കാത്തു നിന്നു. അരുണൻ മറഞ്ഞ സമയത്ത് ശിബിരത്തിൽ ദ്രോണാചാര്യൻ എത്തി. ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ജയദ്രഥനെ രക്ഷിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. കഷ്ടായി പോയില്ലേ അത്. എത്ര ഭീകരവും നിന്ദ്യവുമായി പാണ്ഡവൻ ആ കർമ്മം നിർവഹിച്ചു. നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടും പറ്റിയില്ലല്ലോ ഗുരുനാഥ. അവനെ സ്നേഹിക്കുവാൻ കേശവനുണ്ട്. ആ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞതുമാണ്. കർണൻ ഒഴിച്ച് ആരും തന്നെ എന്നെ സ്നേഹിക്കുന്നില്ല. പലരും നിറഞ്ഞ മനസ്സോടല്ല ആയോധനത്തിന് പോകുന്നതും. ഓ, കുത്തുവാക്ക് പറയാൻ തുടങ്ങി ദുഷ്ടൻ. ഈ വാക്കുകൾ കേട്ട് ദ്രോണർ ചൊടിച്ചു. അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, ധർമ്മമുള്ള വഴിക്ക് മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ. അധർമ്മം വിലസുന്നിടത്ത് എങ്ങനെയാണ് ധർമ്മം ഉണ്ടാവുക, വിജയം ഉണ്ടാവുക? അന്യായം വളരും. ഈ ധർമ്മം വിലസുന്നിടത്ത് അന്യായം മാത്രമേ വളരുകയുള്ളൂ. നോക്ക്, ഭീഷ്മർ ശരശയ്യയിൽ പതിച്ചത് കണ്ടില്ലേ? നീയോ വീരനായ ഭഗദത്തൻ മരിച്ചത് കണ്ടില്ലേ? നിന്റെ അനുജന്മാർ എത്ര പേർ കാലപുരി പ്രാപിച്ചു? അധികാരത്തിലും മണ്ണിലുമുള്ള മോഹം മനുഷ്യന് അസാധ്യമായ കർമ്മങ്ങളിൽ എത്തിക്കും. ഇനിയെങ്കിലും ഇതൊക്കെ നീ മനസ്സിലാക്കണം. അവനവൻ അനുഷ്ഠിക്കുന്ന പ്രവൃത്തികൾ എങ്ങനെ തിരിഞ്ഞടിച്ചു നിൽക്കുമെന്ന് നീ കാണുന്നില്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ. ദുര്യോധന, കേശവൻ നയിക്കുന്ന തേരിൽ വർത്തിക്കുന്ന ജിഷ്ണു അമരനാണ്. അവനെ വെല്ലാൻ പ്രപഞ്ചത്തിൽ ആരും ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. പാശുപതം കരുത്തിലുള്ള വിജയ സോപാനം കയറുക തന്നെ ചെയ്യും. അതിൽ വേദനിച്ചിട്ടും അസൂയ പിടിച്ചിട്ടും കാര്യമില്ല. പാണ്ഡവർ പോരടിക്കുന്ന ധർമ്മത്തിന് വേണ്ടിയാണ്. നിന്റെ മാതാവ് അത് വ്യക്തമാക്കിയില്ലേ? എവിടെ ധർമ്മമുണ്ടോ അവിടെ മാത്രമേ ജയമുള്ളൂ എന്ന് പറഞ്ഞില്ലേ അവർ? ഇനിയും നിനക്ക് സമയമുണ്ട്. പകുതി രാജ്യം നൽകിയാൽ അവർ യുദ്ധം അവസാനിപ്പിക്കും. അനാഥകളായി കുറച്ചു സ്ത്രീകളെങ്കിലും കരയാതെ ജീവിച്ചോളും. ദുഷ്ടബുദ്ധിയായ ദുര്യോധനാന്ന് പറഞ്ഞു. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ഐശ്വര്യം അനുഭവിച്ചിട്ടാണ് ഞാൻ പോരടിക്കുന്നത്. എന്നെ സഹായിക്കാൻ അങ്കേശനുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക് എതിർത്തും പാണ്ഡവരെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒലക്ക. അങ്ങനെയോ? ദ്രോണർ ഉദ്യോഗത്തോട് ചോദിച്ചു. എന്നാ പിന്നെ ഞാൻ വേണ്ട അല്ലേ? ദുര്യോധന, യുദ്ധം ഈ രാത്രിയിലും ഞാൻ തുടരുകയാണ്. ഞാൻ രാത്രി യുദ്ധം ചെയ്യുന്നു, നോക്കാലോ. എല്ലാ പടജനങ്ങളെയും പെരുമ്പറ കൊട്ടി വിവരം അറിയിക്കൂ. അധർമ്മത്തിന്റെ ശക്തി പെരുത്ത ഈ ആയോധനം രാത്രിയിൽ അരങ്ങേറുന്നതാണ് നല്ലത്. അധർമ്മമല്ലേ? അധർമ്മം ഇരുട്ടിലല്ലേ നടക്കുക. അതുകൊണ്ട് ഈ രാത്രി തന്നെ യുദ്ധം ചെയ്യാം. സന്തോഷത്തോടെ ദുര്യോധൻ ഭടന്മാർക്കായിട്ട് നൽകിയിട്ട് നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ല എന്ന് തോന്നുന്നു. കൗരവസേനകളെ വിവരം ധരിപ്പിക്കൂ. രാത്രിയിലും ആയോധനം തുടരുന്നതാണ്. പാണ്ഡവരെയും ദ്രോണരുടെ ആജ്ഞ അറിയിക്കണം. അതിന് ചാരന്മാർ പോകട്ടെ. ഡും ഡും ഡും. ആനന്ദോന്മത്തനായ ദുര്യോധനൻ ഓടി നടന്നു. ഇതിന് സങ്കടപ്പെടാനും സന്തോഷിക്കാനും ഒട്ടും സമയം വേണ്ടാട്ടെ ഈ ദുഷ്ടബുദ്ധിക്ക്. കുതിരകളും ആനകളും വീണ്ടും സജ്ജമായി. തീവെട്ടികൾ വിതറിയ വെളിച്ചത്തിൽ ആയുധങ്ങൾ വെട്ടിത്തിളങ്ങി. വലിയ പന്തങ്ങൾ ഉയർത്തിയ സൈനികർ ആനകളുടെ മുതുകിൽ സ്ഥാനം പിടിച്ചു. രാത്രി ചുവന്നു. ഭീകരമായിരുന്നു തമസിന്റെ മുഖം. കുറുനരികൾ ഓരിയിട്ടു. നിലത്താണെങ്കിലോ ഓരോരു ശവത്തിനെയും കടന്നു വെച്ചുകൊണ്ട് ആനകളെല്ലാം ചത്തു മരിച്ചു കിടക്കുമ്പോ എങ്ങനെ യുദ്ധം ഈ ഇരുട്ടത്ത് ചെയ്യുന്നതാവോ? കുറുനരികൾ ഓലിയിട്ടു. മോനി അങ്ങനെ മൂങ്ങ. കാലം പക്ഷികളും കരഞ്ഞു. ഇങ്ങനെയാണ് കാലം പക്ഷി കരയല്. അതും കരഞ്ഞു. പകലിൽ രക്തം വീണ് നനഞ്ഞ മണ്ണ് പടജനങ്ങൾ ചവിട്ടി കുഴച്ചു. നല്ല ചപ്പാത്തി പരുവം ആക്കിയവരത്. പകലിലെ ആയോധനത്തിൽ മരിച്ചവരെ ഒരു ഭാഗത്തേക്ക് വലിച്ചു കൂട്ടി. ആനകളെയും കുതിരകളെയും പല തുണ്ടങ്ങളാക്കി നീക്കി മാറ്റി. രാത്രി യുദ്ധം ചെയ്യണമെങ്കിൽ ഇതെല്ലാം തടഞ്ഞോട്ടി പോകൂലേ? ധർമ്മജന്റെ ശിബിരത്തിൽ വിവരമെത്തി. ദ്രോണർ രാത്രി യുദ്ധത്തിന് ഒരുങ്ങുകയാണത്രേ. വിവരം അപ്പോൾ തന്നെ അർജുനന്റെയും കേശവന്റെയും ശിബിരത്തിൽ എത്തിച്ചു. ഒരു നിമിഷം ഭഗവാൻ അനങ്ങാതിരുന്നു. ഈ രാത്രി യുദ്ധത്തിലാണ് നമ്മുടെ ഘടോൽക്കജൻ മരിക്കുക. പാവം. ആ മനസ്സിൽ കാലത്തിന്റെ കണക്കുകൂട്ടലുകൾ നടന്നു. ഇതൊക്കെ നിയോഗമാവാം. ഈ രാത്രിയിൽ നടന്നു തീരേണ്ട കുറേ കാര്യങ്ങളുണ്ട്.
അതിനാണ് വിധി ഈ രാത്രി യുദ്ധം ഒരുക്കി തന്നത്. അർജുനൻ അപ്പോഴേക്കും പടവേഷമണിഞ്ഞെത്തി. സൂതവേഷത്തിൽ ഭഗവാനും ഒരുങ്ങി. നല്ല സാരഥി പാർത്ഥസാരഥിയായിട്ട് വന്നു ഭഗവാൻ. പാണ്ഡവപ്പടയും മായോധന സജ്ജരായി. വിജയം പറഞ്ഞു, ദ്രോണരുടെ മുന്നേറ്റം തടയണം. നമ്മുടെ രഥം അങ്ങോട്ട് തന്നെ പോവട്ടെ. വിജയിക്കുവാൻ മുതിർന്നു നിൽക്കുന്ന ദ്രോണന്റെ സമീപത്തേക്ക് കേശവൻ രഥം നയിച്ചു. ഭീമനും സാത്വികയും അവരെ പിന്തുടരുകയും ചെയ്തു. ആദ്യയാമത്തിൽ തന്നെ പോര് തുടങ്ങി. രാത്രിയുടെ ആദ്യയാമത്തിൽ യുദ്ധം തുടങ്ങി. നിമിഷങ്ങൾ കഴിയും മുമ്പ് പോര് കനത്തു. ഭക്ഷണമൊന്നും കഴിക്കണ്ടെന്തോ ഇവർക്ക്. ഭീഷണവും ഭീതിതവുമായി പോരാട്ടം തുടർന്നു. കൗരവപ്പടയും പാണ്ഡവപ്പടയും നശിച്ചുകൊണ്ടേയിരുന്നു. പടത്തലയ്ക്കൽ ദ്രോണർ എരിഞ്ഞ് കയറി. പിതാവിനോടൊപ്പം അശ്വത്ഥാമാവും വന്നു. എന്തിന്? യുദ്ധത്തിന്. അശ്വത്ഥാമാവ് കടുത്ത രണം തന്നെയാണ് നടത്തിയത്. എതിരാളികളെ നിമിഷം കൊണ്ട് കൊന്നു 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 അവൻ മുന്നേറി. പാണ്ഡവ പട ചിതറി. പടയിളകി ഓടുന്നത് കണ്ട ഘടോൽക്കജൻ യുദ്ധസന്നദ്ധനായി ഇരുമ്പുലക്കയുമേന്തി രണാങ്കണത്തിലേക്ക് വന്നു. പാവം ഘടോൽക്കജൻ അമർത്തിയൊന്നല്ല. ഈ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു ഗുണവും ഈ കുട്ടിക്ക്, ഈ ഘടോൽക്കജൻ എന്ന് പറഞ്ഞ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതാ അച്ഛനും അച്ഛന്റെ സഹോദരന്മാർക്കും വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് വന്നത് കണ്ടോ. കൗരവപ്പട ഭയന്നു. ഘടോൽക്കജൻ ഒരമർത്തിയൊരു മൂള, ഒരു അലറലറിഞ്ഞ് അതിനോട് തന്നെ കുറെ എണ്ണം ചത്തു വീണിട്ടുണ്ടാവും. ഘടോൽക്കജൻ കൗരവരുടെ സഹസ്രങ്ങളെ വകവയ്ക്കാതെ പടയിലേക്ക് കുതിച്ചു കയറി. രാക്ഷസർക്ക് രാത്രി ശക്തിയേറെയാണല്ലോ. തേരുകൾ വലിച്ചെറിഞ്ഞും മാനകളെ വാലിൽ തൂക്കി നിലത്തടിച്ചും അശ്വങ്ങളെ പൊക്കിയെറിഞ്ഞും കാലാളുകളെ ചവിട്ടി അരച്ചും പടക്കളത്തിൽ താണ്ഡവം തന്നെ നടത്തി. കുതിരകളെ വലിച്ചു കീറി നിണം കുടിച്ചും ആനകളെ ചവിട്ടി കുടൽമാല ചാടിച്ചും മനുഷ്യരെ കീറി കുടൽമാല കഴുത്തിലണിഞ്ഞും ഭീകര താണ്ഡവമാണ് ഘടോൽക്കജൻ ആടിത്തിമർത്തത്. പന്തത്തിന്റെ തീഷ്ണപ്രകാശം ഘടോൽക്കജനെ ഭീഷണ രൂപമാക്കി. അതോടെ ആ രാക്ഷസനെ കണ്ട കൗരവപ്പട ഞെട്ടി മരിച്ചു. ഞെട്ടിയിട്ടെന്നെ വെച്ചു പോരെ. ഇരുമ്പുലക്ക നീട്ടി അടിച്ചും മനുഷ്യരെ ദംഷ്ട്രയിൽ കൊരുത്തും ഭ്രാന്ത് പിടിച്ചവനെ പോലെ ഘടോൽക്കജൻ കൗരവപ്പടയിൽ നാശം വിതച്ചു കൊണ്ടേയിരുന്നു. അശ്വത്ഥാമാവിനെ രഥത്തോടെ അവൻ വലിച്ചെറിഞ്ഞു. ദൂരം പോയിട്ട് വടക്കീടെല്ലാം നിനക്ക് സ്ഥാനം എന്ന് പറഞ്ഞു പറക്കങ്ങെറിഞ്ഞു. ദ്രൗണി ഒട്ടും കാത്തൊന്നില്ല, സൈന്യവുമായി വലിഞ്ഞു. ദുര്യോധനൻ കർണന്റെ സവിധത്തിൽ ഓടിയെത്തി. ദുര്യോധനൻ പറഞ്ഞു, സുയോധനൻ ഒരിക്കൽ പോലും ഞാൻ പറയില്ല, സൂന്ന് പറഞ്ഞ നല്ലത് ദുര്യോധനൻ. മിത്രമേ, ഭീമന്റെ മകനായ ഘടോൽക്കജൻ പടയിൽ ഉന്മത്തനെ പോലെ പെരുമാറുന്നു. അവനെ ആർക്കും തടയുവാനാവുന്നില്ലല്ലോ. കർണൻ പറഞ്ഞു, സ്നേഹിത, ഞാൻ ഉടനെ പടക്കെത്തുകയാണ്. അർജുനനും ഘടോൽക്കജനും ഇന്ന് ഭസ്മമാകും. ഒലക്ക ചക്ക ആവും. ഭസ്മല്ല അവലി. ഇങ്ങനെ ദുര്യോധനെ ആശ്വസിപ്പിച്ചുകൊണ്ട് കർണൻ അനേകം തേരുമായി പടക്കെത്തി. എന്തിന് അനേകം തേര് ഒരാൾക്കൊന്നു വരെ? അസാമാന്യ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് കർണൻ പടവിട്ടുവാൻ തുടങ്ങി. പാണ്ഡവർ ഭയന്നു. പാണ്ഡവരുടെ അണിയിലുള്ള രാജാക്കന്മാരും പേടിച്ചു വറച്ചുപോയി. കർണനാണ് വരുന്നത്. ശക്തനാണവൻ, കിടയില്ലാത്ത ശക്തിമാൻ. സാധാരണക്കാർ അവനെ തടഞ്ഞു നിർത്തുവാൻ മുതിർന്നാൽ മരണമായിരിക്കും ഫലം. അതുകൊണ്ട് സാധാരണക്കാർക്ക് അവനോട് കളിച്ചിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കിയ പാണ്ഡവപ്പട തിരിച്ചോടി. ജീവനും കൊണ്ട് ഓടി പാവങ്ങള്. ചാരന്മാർ വിവരം മാധവന്റെ കർണത്തിൽ എത്തിച്ചു. കർണൻ പൊരിഞ്ഞു പോരാടുകയാണ്. ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് പാണ്ഡവ പടവെന്ത് ഭസ്മമാകുന്നു. വിജയന്റെ വദനത്തിൽ ചുവപ്പ് പരന്നു. വിഷ്ണു മാധവനോട് പറഞ്ഞു, കർണനെ തടവാൻ നമുക്കുടനെ പോകണം ഭഗവാനെ. അപ്പൊ ഭഗവാൻ പറഞ്ഞായിട്ടില്ല, ആവുമ്പോ ഞാൻ പറയും. ഞാൻ പറഞ്ഞിടുവൻ കർണനോട് ഏൽപ്പതിന് എന്ന് ഒരു വാക്ക് മഹാഭാരതത്തിലുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞ, അർജുന, നിന്റെ സമയമായിട്ടില്ല കേട്ടോ. നീയോ ഘടോൽക്കജനോ അല്ലാതെ ആരെടുത്താലും കർണൻ അവരെ കൊല്ലും, അത് ഉറപ്പാണ്. എന്നാൽ നിനക്കുള്ള അവസരത്തിൽ അല്പം കൂടെ പാർത്തേ മതിയാവും. അവന്റെ പക്കലൊരു വേലുണ്ട്. ഇന്ദ്രന്റെ കരത്തിൽ നിന്ന് നിനക്ക് വേണ്ടി അവൻ കരുതി വെച്ചതാണ് ആ വേല്, ആ ആയുധം. അത് എങ്ങനെയും നഷ്ടപ്പെടണം. ഘടോൽക്കജൻ ഹിതകാംക്ഷിയാണ്, മിടുക്കനാണ്, സമർത്ഥനാണ്, ആയോധനത്തിൽ പേര് കേട്ടവനാണ്, രാക്ഷസനാണ്, അസുരനാണ്, മായാവിദ്യകൾ നന്നായിട്ട് അറിയാവുന്നവനാണ്. കർണനെ തടഞ്ഞു നിർത്തുവാൻ അവൻ മതിയാകും.
അതുകൊണ്ട് ഘടോൽക്കജനാണ് പൊരുതേണ്ടത്, നീയല്ല എന്ന് പറഞ്ഞു. ഭീമപുത്രനോട് കൃഷ്ണൻ പറഞ്ഞു, ഘടോൽക്കജ, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചാലും നിന്റെ വിക്രമത്തിന്റെ കാലം എത്തിയിരിക്കുന്നു. പോരിൽ ഇപ്പോൾ മുങ്ങിപ്പോയിരിക്കുന്നവർക്ക് നീ തോണിയാവുക, പാണ്ഡവരെ രക്ഷിക്കുക. കർണൻ പശുക്കളെപ്പോലെ അവരെ ആട്ടി ഓടിക്കുന്നത് കണ്ടാലും രാത്രിയിൽ നിന്റെ വർഗത്തിന് ശക്തിയേറുമല്ലോ. നിങ്ങൾക്ക് പ്രബുദ്ധരാകുവാൻ കഴിയും. ഇരട്ടി ശക്തിയുമായി ചെല്ലുന്ന നിന്നെ വധിക്കുവാൻ അവന് കഴിയുകയില്ല. നിനക്ക് കർണനെ വധിക്കുവാൻ കഴിഞ്ഞാൽ അത് വൻ വിജയമാണ്. ദ്രോണരെ ദുഷ്ടദ്യുമ്നൻ കൊന്നുകൊള്ളും. ഇങ്ങനെ പറഞ്ഞ് 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 ഘടോൽക്കജനെ ഉത്തേജിപ്പിച്ചു ഭഗവാൻ. ഭഗവാന്റെ മനസ്സിലൊരു കണക്ക് കൂട്ടലുണ്ട്. ആ കണക്ക് കൂട്ടലേല നടക്കൂലോ. അതിനാണ് ഇങ്ങനെയൊക്കെ സൂത്രം പറഞ്ഞിട്ട് ഈ പാവത്തിന്, പാവല്ലേ ഹരി ഘടോൽക്കജൻ, അങ്ങനെ പറഞ്ഞിട്ട് ഈ ഘടോൽക്കജനെ പറഞ്ഞേച്ചു. സ്വത്താതേ കില ലബ്ധബോധവിമലേ ശാപാകുലേ ത്വത്പുരേ തത്രാഗത്യ വിദർഭവേന മുനിഭിർദേവൈശ്ച സിദ്ധാദിഭിः വിശ്വേശം വിധിവത് സമർച്ച്യ കുസുമൈസ്ത്വം ത്വാം ജഗന്മോഹനം തുഷ്ടാവസ്വപദം പരം ജിഗമിഷും ലീലാവസാനേ സ്വയം. അങ്ങനെ പൊന്നു തമ്പുരാന്റെ തൃപ്പാദ പത്മങ്ങളിൽ ഇന്നത്തെ ഭാഗം നമുക്ക് സമർപ്പിക്കാം. ഇതല്ലേ നല്ലത്? നാളെ നമ്മൾ പറയണോ അല്ല പറയണ്ടായോ എന്ന് അവിടുന്ന് തീരുമാനിക്കും. നമുക്ക് അതുപോലെ ചെയ്യാം.